സോ സർക്കിട്ട് എന്ന മൂവി ഉണ്ടോ? സോ ആസിഫ് അലി ഇപ്പൊ റീസെന്റ് നല്ല നല്ല പടങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിന് പോകുമ്പോൾ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എനിക്ക് വർക്കായില്ല പടം. തുടക്കത്തില് ഒരു ADHD ബാധിച്ചിട്ടുള്ള ഒരു കുട്ടി, ജപ്പു ജപ്പു എന്നാണ് ആ കുട്ടീനെ വിളിക്കുന്നത്. സോ ദീപക് പറമ്പോളും ദിവ്യ പ്രഭയാണ് ആ കുട്ടീന്റെ പാരന്റ്സായിട്ട് അഭിനയിക്കുന്നത്. അപ്പോ ഈ കുട്ടിന്റെ ADHDയും പിന്നെ ഈ കുട്ടി പാരന്റ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണിച്ച് പിന്നീട് ഈ ആ കുട്ടിയുടെ ജീവിതത്തിൽ ആസിഫലിന്റെ ക്യാരക്ടർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കടന്നു വരുന്നതും പിന്നെ അവര് തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പടം. പിന്നെ ആ കുട്ടിക്ക് ADHDയില് മാറ്റം വരുന്നതൊക്കെയാണ് പടം. ആസ് യൂഷ്വൽ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ. വാസുവിന്റെ ക്യാരക്ടറിന്റെ പേര് അമീറാണ്. ഈ പടം ഡയറക്ട് ചെയ്തിട്ടുള്ളത് തമറാണ്. ഈ തമർ ഇതിനു മുമ്പ് ഒരു 1001 നുണകൾ എന്ന് പറഞ്ഞിട്ടോ 101 നുണകളോ എന്ന സിനിമ ചെയ്തിട്ടുണ്ട്. സോ ഞാനത് കണ്ടിട്ടില്ല, പക്ഷെ നല്ലൊരു പടം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. 101 നുണകളാണെന്ന് തോന്നുന്നത്, 1001 നുണകൾ എന്നാണ് അതിന്റെ പേര്, ഓർമ്മല്ല. അപ്പോ അത് നല്ല പടം എന്ന് അഭിപ്രായം കേട്ടതുകൊണ്ട് തന്നെ ഞാൻ ഇത് നന്നായിരിക്കും, കാരണം ഇത് എഴുതിയതും ആൾ തന്നെയാണെന്ന് അറിഞ്ഞത്. അപ്പൊ സർക്കീട്ട് എന്നുള്ള പേരിന്റെ തന്നെയാണ് ഇതില്, കാരണം ആ കുട്ടീനായിട്ട് ആസിഫലിന്റെ ഒരു സർക്കീട്ടില് ട്രിപ്പ് എന്ന് പറയാ, ആ ഒരു സിനിമയിൽ ഭൂരിഭാഗം കണ്ടന്റും അത് തന്നെയാണ്. സോ ഗൾഫില് ഫ്രീ വിസയിൽ വന്നിട്ട് ജോബ് ഇപ്പൊ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിൽ ആസിഫ് അലി. അമീർ എന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര്. അതുപോലെ ഈ സിനിമയിൽ പിന്നെ ഈ എഡിറ്റ് വായിച്ച ഈ കുട്ടി, ആ കുട്ടി അത്യാവശ്യം നന്നായി പെർഫോം ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ എല്ലാം ഫീൽ ചെയ്യും, ആ ഒരു പാരന്റ്സിന് ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമ്മളങ്ങനെ എന്ത് കുട്ടിയത് എന്നൊക്കെ തോന്നുന്ന രീതിക്കുള്ള ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തുടക്കമൊക്കെ രസത്തിൽ വന്ന് പോയെങ്കിൽ പോലും എനിക്ക് അവസാനത്തേക്ക് എനിക്കത് പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ വെറുതെ ഇങ്ങനെ കാണുന്ന പോലെ തോന്നി. എന്തായാലും ഒരു കണക്ഷൻ, ഒരു ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയ പോലും ഫീൽ ചെയ്തില്ല. ലാസ്റ്റ് ഉള്ള ഒരു ഒറ്റ സീനിൽ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒരു ഫീൽ ഒന്നും അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ബ്ലാങ്ക് ആയി. ഭയങ്കര ഇന്റർവെല്ലിനൊക്കെ ശേഷം പലരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകണുണ്ട് ഇഷ്ടപ്പെടാതെ. അപ്പോ പ്രതീക്ഷിച്ച പോലെ സാധനം ഇത് നിങ്ങള് തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല. OTT സത്യത്തില് ഇനി ഇതൊരു നല്ല പടമാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഈ കണ്ടന്റ് ഒന്നും കൂടി നന്നാവുകയാണെങ്കിൽ പോലും ഇതൊരു തിയേറ്റർ വാച്ച് ആയിട്ട് തോന്നിയില്ല. ഇതൊരു വേറെ OTT ടൈപ്പ് സാധനമാണ്. നല്ല നല്ല ഫ്രെയിമുകളായിരുന്നു സിനിമ എടുത്തു വെച്ചിട്ടുള്ള ഫ്രെയിമുകൾ, നല്ല രസമുണ്ടായിരുന്നു. ഓരോ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല ഫ്രെയിമുകളായിരുന്നു. പക്ഷെ ഫ്രെയിം കൊണ്ട് മാത്രം നല്ല സിനിമയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് OTT വരുമ്പോൾ കണ്ടു നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ കാണേണ്ട ആവശ്യം പോലും ഇല്ല. ഒരു ഇമ്പോർട്ടൻസ് ഉള്ള പടം എന്നല്ല. സോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. സോ മറ്റൊരു വീഡിയോ കൊണ്ട് കാണാം. നന്ദി.